ഹായ് എവ്രിവൺ. അപ്പോൾ നിങ്ങൾ +1 എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് വരാനുള്ള ഒരു സമയമായിട്ടുണ്ട് അല്ലേ. ജൂലൈ 9 മുതൽ ജൂലൈ 11 വരെ ആയിരുന്നു നമുക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റിലേക്ക് അപേക്ഷിക്കാനുള്ള തീയതി. സോ അലോട്ട്മെന്റ് വരുന്നുണ്ട്. അതിന്റെ മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റിനായിട്ട് കൺസിഡർ ചെയ്യുന്ന വേക്കൻസീസ്, അതായത് നമുക്ക് വേക്കൻസി ഉണ്ടെങ്കിലല്ലേ നമ്മൾ ഈ വെയിറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ. സോ എല്ലാ കുട്ടികളും എന്തായിരിക്കും, വേക്കൻസീസ് അവൈലബിൾ ആണോ, വേക്കൻസി ഉണ്ടോ, ഫില്ലായിട്ടുണ്ടോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസിലായിരിക്കും. പക്ഷെ ആ ഒരു കൺഫ്യൂഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് നീക്കാം. അതായത് HS CAPൽ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട്. എത്ര പേര് അത് നോക്കാറുണ്ട് എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ അധികം ആൾക്കാർ അതിലേക്കൊന്നും പോയി നോക്കാറില്ല. സോ നമുക്ക് ഇവിടെ HS CAPൽ എന്ത് ചെയ്തിട്ടുണ്ട്, നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട്. 14 ജില്ലകളിലും കൂടെ നമുക്ക് എത്ര വേക്കൻസീസ് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റിനായിട്ട് അവൈലബിൾ ആണ് എന്നുള്ളത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ മക്കളെ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, 29,069 വേക്കൻസീസ് വരുന്നുണ്ട്. സോ നമുക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റിലേക്ക് അത്രയും കുട്ടികളെ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ജില്ല വൈസ്, അതായത് ഡിസ്ട്രിക്ട് വൈസ് പറയുകയാണെങ്കിൽ നമുക്ക് തിരുവനന്തപുരം എന്ന് പറയുന്ന ജില്ലയിൽ 2,840 വേക്കൻസി വരുന്നുണ്ട്. കൊല്ലം നോക്കുകയാണെങ്കിൽ 3,133 പത്തനംതിട്ട നോക്കുകയാണെങ്കിൽ 2,953, ആലപ്പുഴ 2,873, കോട്ടയം 2,278, ഇടുക്കി 1,360, അതുപോലെ നമുക്ക് എറണാകുളം നോക്കുകയാണെങ്കിൽ 2,783, തൃശ്ശൂർ നോക്കുകയാണെങ്കിൽ 2,452, പാലക്കാട് 1,115, കോഴിക്കോട് 1,411, മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ 2,076, വയനാട് നോക്കുകയാണെങ്കിൽ വെറും 718 വേക്കൻസീസ് ആണ് വരുന്നത്. അതുപോലെ കണ്ണൂർ നോക്കുകയാണെങ്കിൽ 1,748, ഫൈനലി കാസർഗോഡ് വരികയാണെങ്കിൽ 1,329. സോ ഇങ്ങനെ 14 ജില്ലകളിൽ കൂടിയിട്ട് നമുക്ക് 29,069 വേക്കൻസീസ് ആണ് വരുന്നത്. സോ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എത്ര പേർക്ക് കയറാൻ അവസരമുണ്ട് എന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലാവും അല്ലേ. സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യുന്ന വേക്കൻസീസിന്റെ എണ്ണമാണ് ഇത് പറഞ്ഞത് കേട്ടോ. അത് ഡിസ്ട്രിക്ട് വൈസ് നമ്മൾ എന്ത് ചെയ്തു, നമ്മളിപ്പോൾ പറഞ്ഞു പോയി. സോ ഈ വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കും. നമ്മൾ ഒരുപാട് പേര് എന്ത് ചെയ്യാറുണ്ട്, ഇനിയും കയറാനുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾ ചെയ്തിട്ടുള്ള മിസ്റ്റേക്കുകൾ കൊണ്ട്, അതായത് അലോട്ട്മെന്റ് പ്രൊസീജിയറിൽ വരുത്തിയിട്ടുള്ള മിസ്റ്റേക്കുകൾ കൊണ്ടായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം, നല്ല മാർക്ക് ഉണ്ടായിട്ടും ചിലപ്പോൾ അലോട്ട്മെന്റിൽ കിട്ടാണ്ട് പോയിട്ടുണ്ടായിരിക്കാം. സോ അത്തരത്തിലുള്ള കുട്ടികളൊക്കെ ഈ ഒരു വേക്കൻസീസിൽ കയറി പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ വീണ്ടും എന്ത് ചെയ്യാനും ചാൻസ് ഉണ്ട്, ചിലപ്പോൾ നമുക്ക് ഈ വീണ്ടും അലോട്ട്മെന്റ് കിട്ടാതായി പോകാനും ചാൻസ് ഉണ്ട്. ഇത്രയും വേക്കൻസീസ് ആണ് നമുക്ക് വരുന്നത്. സോ വേക്കൻസീസിനെ പറ്റിയിട്ട് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അതുപോലെ ഇപ്പം നമുക്കുള്ളൊരു ഡൗട്ട് ആയിരിക്കും, എപ്പോഴായിരിക്കും ഈ അലോട്ട്മെന്റ് ഔട്ട് ആവുക എന്നുള്ളത് അല്ലേ. സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് വരാൻ നിലവിലുള്ള ഡേറ്റ് വെച്ചിട്ട് നമുക്ക് ചാൻസ് ഉള്ള ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂലൈ 16, ജൂലൈ 17 ഇതിനുള്ളിൽ നമുക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ ആണല്ലോ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക് യു സോ മച്ച്.